ഹായ് ഗേയ്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ഗൈഡ് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടായതുകൊണ്ട് മാത്രം നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് വ്യക്തമായ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയി അവിടെ ജോയിൻ ചെയ്യാം. അവിടെ എത്തിയതിനു ശേഷം നിങ്ങൾ ഒന്നും പ്രാക്ടീസ് ചെയ്യാതെ നിന്നതുകൊണ്ട് ഒരു കാര്യവും ഉണ്ടാകില്ല. നിങ്ങൾക്ക് പഠിക്കണമെന്ന് വ്യക്തമായ ആഗ്രഹമുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അവിടെ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ കൃത്യമായി നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഇംഗ്ലീഷ് പഠിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലല്ലോ. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, ഇപ്പൊ ഇന്നത്തെ നമ്മുടെ മൂന്നാമത്തെ ദിവസമാണല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെന്റൻസ് പാറ്റേൺസ് അല്ലെങ്കിൽ സെന്റൻസ് സ്ട്രക്ചേഴ്സ് ഇൻ ഇംഗ്ലീഷ്. അതാണ് ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ ചില സെന്റൻസുകൾ എങ്ങനെയാ ഉണ്ടാവുക, അതെങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുക, അതെങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഘടനകൾ പഠിക്കാനുണ്ട്. അതായത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, സബ്ജക്ട്. ആരാണോ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അതിനെയാണ് സബ്ജക്ട് എന്ന് പറയുക. രണ്ടാമത്തത് വേർബ്. വേർബ് എന്ന് പറഞ്ഞാൽ എന്താണോ ആ പ്രവൃത്തിനെയാണ് വേർബ് എന്ന് പറയുക, അല്ലെങ്കിൽ ക്രിയ. ഇനി ഒബ്ജക്റ്റ്. എന്തിന്റെ മേലെയാണോ ആ പ്രവൃത്തി ചെയ്യപ്പെടുന്നത്, അതിനെയാണ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ക്രിയ എന്നാണ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 3 ബേസ് സ്ട്രക്ചേഴ്സ് ആണ് ഇംഗ്ലീഷിലുള്ളത്. SVO, അതായത് സബ്ജക്ട് വേർബ് ഒബ്ജക്റ്റ്. ഇതിനെയാണ് സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് എന്നും പറയുന്നത്. അതായത് സബ്ജക്റ്റും വേർബും ഒബ്ജക്റ്റും കൂടിയതാണ് നമ്മുടെ ഒരു സെന്റൻസ് സ്ട്രക്ചറിങ്. ഓക്കെ, ഇതില് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ ഞാൻ ആദ്യം കൊടുത്തിരിക്കുന്നത്. ഷീ സ്റ്റഡീസ് സയൻസ്. അവള് സയൻസ് പഠിപ്പോ. ഈ ഒരു സെന്റൻസില് ഷീ അതൊരു പ്രോനൗൺ ആണ്. അതാണ് അവിടുത്തെ സബ്ജക്ട്. ഇനി നമ്മുടെ വേർബ് ഏതാണ്? സ്റ്റഡീസ്. അവൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത്? സ്റ്റഡീസ്, പഠിച്ചു. അപ്പൊ ആ പ്രവൃത്തി എന്താണ്? വേർബാണ്. ദെൻ എന്താണ് പഠിച്ചത്? സയൻസ്. അതാണ് അവിടുത്തെ ഒബ്ജക്ട്. ഇനി മറ്റേ നമ്മൾ രണ്ടാമത്തെ സെന്റൻസിലോ, ജോൺ ഡ്രൈവ്സ് എ കാർ. അതില് പ്രവൃത്തി ചെയ്യുന്ന ആളാരാണ്? ജോൺ. അപ്പൊ ജോൺ ആണ് അവിടുത്തെ സബ്ജക്ട്. എന്താണ് പ്രവൃത്തി? ഡ്രൈവ്സ് അല്ലെ. എന്താണ് പ്രവൃത്തി? ഡ്രൈവ് ചെയ്യാണ് പ്രവൃത്തി. അപ്പൊ അതാണ് എന്ത്? വർക്ക്. എന്താണ് ഡ്രൈവ് ചെയ്യുന്നത്? ഏത് വണ്ടിയാണ് അല്ലെങ്കിൽ എന്താണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാറാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് അതിലെ ഒബ്ജക്ട്. സോ ജോൺ ഡ്രൈവ്സ് എ കാർ, ഷീ സ്റ്റഡീസ് സയൻസ്. ഇതിലൂടെ നിങ്ങൾക്ക് ഏകദേശം സബ്ജക്റ്റും വേർബും ഒബ്ജക്റ്റും എന്താണ് ക്ലിയർ ആയല്ലോ. ഇനി നമ്മളിപ്പോ പഠിച്ചില്ലേ സബ്ജക്ട് വേർബ് ഒബ്ജക്ട്. ഇനി ഇതിൽ വേറൊരു ടൈപ്പ് ഓഫ് സെന്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റും വേർബും മാത്രമേ ഉണ്ടാവുള്ളൂ. സബ്ജക്റ്റും വേർബും മാത്രമേ ആ ഒരു ടൈപ്പ് ഓഫ് സെന്റൻസിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് സോ റീഡ്സ്. അതില് നമുക്ക് കാണാം സോവും റീഡ്സും. അത്രേ ഉള്ളൂ. സോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സബ്ജക്റ്റ് ആണ്. റീഡ്സ് എന്ന് പറയുന്നതോ വേർബും. ഇതില് സോ എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് ആണ്. റീഡ്സ് എന്ന് പറയുന്നത് വേർബ്. അപ്പൊ അത് മാത്രം മതി. നമുക്ക് അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ. സോ എന്ത് ചെയ്തു? വായിച്ചു. പക്ഷെ ഏത് ബുക്ക് വായിച്ചതൊന്നും നമുക്കറിയില്ല. ജസ്റ്റ് വായിച്ചു എന്ന് പറയാം. അപ്പൊ അത്രയും. ഇനി അടുത്തതോ, റാം ഡ്രൈവ്സ്. അതിലോ റാം ആണ് സബ്ജക്ട്, ഡ്രൈവ്സ് എന്താണ്? വേർബും. അവിടെ നമുക്ക് എന്തില്ല, നമുക്ക് അതിന്റെ ഒരു അർത്ഥം മനസ്സിലാവുന്നുണ്ട് അല്ലെ. റാം എന്ത് ചെയ്തു? ഡ്രൈവ് ചെയ്തു. അപ്പൊ അത്രേ ഉള്ളൂ. റാം എന്ത് കാറാണോ ബസ്സാണോ ലോറിയാണോ ഡ്രൈവ് ചെയ്തതൊന്നുമില്ല. റാം എന്ത് ചെയ്തിട്ടുണ്ട്? ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഒരു ടൈപ്പ് ഓഫ് സെന്റൻസ് സ്ട്രക്ചർ. ഒന്നാമത്തത് സബ്ജക്ട് വേർബ് ഒബ്ജക്ട്, രണ്ടാമത്തത് സബ്ജക്ട് വേർബും മാത്രം. ഇനി അടുത്ത പാറ്റേൺ ഓഫ് സെന്റൻസിലേക്ക് പോകുന്നതിന് മുമ്പ് അഡ്ജക്റ്റീവ്സും അഡ്വേർബ്സും എന്താന്ന് അറിയണം. അപ്പൊ അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാല് നമ്മളുടെ സബ്ജക്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ നൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ? നമ്മൾ അറിയാലോ, ഒരു വ്യക്തിയെ വളരെയധികം ഡിസ്ക്രൈബ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ വളരെയധികം അവരെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന ഒരു വേർഡിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയാം. ഒരു ഉദാഹരണത്തിന്, ഓക്കെ, ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. അവള് വളരെ സുന്ദരിയാണ്. അവിടെ ആ സുന്ദരിയാണ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു പ്രത്യേകമായ ആ ഒരു ലേഡീനെയാണ് അവിടെ സുന്ദരിയാണെന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സുന്ദരി എന്നുള്ള വാക്കാണ് അഡ്ജക്റ്റീവ്. ഓക്കെ, അവള് വളരെ സുന്ദരിയാണ് എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ മലയാളത്തിൽ പറയുമ്പോൾ ആ സുന്ദരിയാണ്. ആ സുന്ദരി എന്ന് പറയുന്നത് ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? ആ നൗണിനെ പറ്റിയിട്ട്. അപ്പൊ ആ ഒരു സുന്ദരി എന്ന വാക്കാണ് എന്ത്? നമ്മളുടെ അഡ്ജക്റ്റീവ്. ഇനി അഡ്വർബ് എന്ന് പറയുമ്പം അത് പ്രവൃത്തിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുക.
ഇനി അഡ്ജക്റ്റീവും അഡ്വേർബും വരുന്ന സെന്റൻസ് പാറ്റേൺസ് ഉണ്ട്. അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിന്റെ ഉദാഹരണങ്ങൾ നോക്കാം. സബ്ജക്റ്റും അതേപോലെ അഡ്ജക്റ്റീവും കൂടിയിട്ടുള്ള ഒരു വേർഡിന്റെ സെന്റൻസ് ആണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. റോസസ് ആർ റെഡ്. അതിൽ നമുക്ക് റോസസ് എങ്ങനെയാണ് റെഡ് കളറിലാണുള്ളത് അല്ലെ. റോസിന്റെ കളറിനെ പറ്റിയിട്ടാണ് പറയുമ്പോൾ അത് അഡ്ജക്റ്റീവ് ആണ്. അവിടെ റോസ് എന്ന് പറയുന്നത് സബ്ജക്റ്റും റെഡ് എന്ന് പറയുന്നത് എന്താണ്, ആ കളറിനെ അല്ലെങ്കിൽ ആ റോസിനെ എങ്ങനെയാണോ അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അതാണ്. സോ അതിനെയാണ് റോസസ് ആർ റെഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ റോസസിനെ ഡിസ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇവിടെ ഒരു സെന്റൻസിൽ എന്തൊക്കെയാണുള്ളത്, ഒരു സബ്ജക്റ്റും ഒരു അഡ്ജക്റ്റീവും മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ആ സെന്റൻസിൽ നമുക്ക് കാണാനില്ല അല്ലെ. റോസസ് ആർ റെഡ്. റോസസ് എന്താണ്, റെഡ് ആണ്. അതേപോലെ വൈറ്റ് ഇസ് ബ്യൂട്ടിഫുൾ. വൈറ്റ് ഇസ് ബ്യൂട്ടിഫുൾ. അതിലും എന്താണ്, വൈറ്റ് എന്ന് പറഞ്ഞത് എന്താണ്, ബ്യൂട്ടിഫുൾ ആണ്. അതിനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. സോ വൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, സബ്ജക്റ്റ്. ബ്യൂട്ടിഫുൾ എന്താണ്, അഡ്ജക്റ്റീവും ആണ്. ഇനി അടുത്ത സെറ്റ് നോക്കൂ. രാഹുൽ റീഡ്സ് ക്വിക്ലി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ എന്താണ്, രാഹുൽ വായിച്ചു. എങ്ങനെയാ വായിച്ചത്, സ്പീഡിലാണ് വായിച്ചത്. അപ്പോൾ അവിടെ വേർബിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ വേർബ് എന്താണ്, റീഡ് എന്നുള്ളതാണ്. അതായത് വായിച്ചു. എങ്ങനെയാ വായിച്ചത്, ക്വിക്ലി, സ്പീഡിൽ അല്ലെ. അപ്പോൾ അവിടെ എന്താണ്, ക്വിക്ലി എന്ന് പറയുന്നത് എന്താണ്, അഡ്വേർബ് ആണ്. അപ്പൊ ഈ ഒരു സെന്റൻസ് സ്ട്രക്ചർ എന്താണ്, രാഹുൽ സബ്ജക്റ്റ് ആണ്, റീഡ്സ് വേർബ് ആണ്, ക്വിക്ലി അഡ്വേർബ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് മുന്നത്തെ ഒരു ഇസുമാറും ഞാൻ വിട്ടിട്ടുണ്ട്. അതേപോലെ ഇതിലുള്ള ഒരു കുഞ്ഞിക്കാര്യവും ഞാൻ വിട്ടിട്ടുണ്ട്. അതെന്താണെന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഇങ്ങനെ അഡ്ജക്റ്റീവും അഡ്വേർബും വരുന്ന കുറച്ച് സെന്റൻസുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് പറഞ്ഞുതരാം. അപ്പൊ നമ്മളുടെ എത്ര സെന്റൻസ് സ്ട്രക്ചറിങ് അല്ലെങ്കിൽ എത്ര പാറ്റേൺസ് പഠിച്ചു, സബ്ജക്ട് വേർബ് ഒബ്ജക്ട്, സബ്ജക്ട് പ്ലസ് വേർബ്, സബ്ജക്ട് വേർബ് ആൻഡ് അഡ്ജക്റ്റീവ്, സബ്ജക്ട് വേർബ് ആൻഡ് അഡ്വേർബ്. സോ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതേപോലത്തെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിലും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഒപ്പം കൂടിക്കോളൂ. നിങ്ങൾക്ക് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടും മനസ്സിലാക്കിയിട്ടും ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. താങ്ക് യു. ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ട്രെയിനേഴ്സ് നമുക്ക് ഒരുപാടുണ്ട്. ഏത് ട്രെയിനേഴ്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അവരെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്റ്റീവ് ആകാം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.